CUET എന്താണ് CUET? +2 വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ CUETനെ നമുക്ക് പറയാം. നിങ്ങൾ എല്ലാവരും +2 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് +2വിന് ശേഷം എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായിരിക്കും അല്ലേ? അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഫസ്റ്റ്ലി മൈസെൽഫ് ജിഷ്ണു, വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കുള്ള അഡ്മിഷനാണ് CUET എന്ന് പറഞ്ഞാൽ. +2 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതാണ് അല്ലേ? എല്ലാവരും ഇതേപോലെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക, ആകെ തല പുണ്ണായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുക അല്ലേ? പക്ഷേ ഇതിന് നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ എന്നുള്ളത് CUET ആണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ +2ൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? CUET എന്ന എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യേണ്ടതുണ്ട്. +2വിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കോഴ്സ് ഏത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സയൻസിലെ കുട്ടികൾക്ക് ഏത് സ്ട്രീമിലേക്കും പോവാം. സയൻസ് വേണമെങ്കിൽ സയൻസിലേക്ക് പോവാം, കൊമേഴ്സ് വേണമെങ്കിൽ കൊമേഴ്സിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് ഡിഗ്രി ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്കുള്ള ഒരു ടെൻഷൻ ഇതോടെ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിയിരിക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ ഏതിലേക്കാണ് പോവേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കുള്ള കരിയർ ടെസ്റ്റിംഗ് ആദ്യം നിങ്ങളെ കരിയർ ടെസ്റ്റിംഗ് നടത്തിയിട്ട് നിങ്ങളുടെ സ്ട്രീം ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള CUET കോച്ചിങ് ആണ് നമ്മൾ എൻ സ്കൂളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എല്ലാവരും കൊടുക്കുന്നത് പോലെ നോർമലി ഒരു CUET കോച്ചിങ് മാത്രമല്ല, നിങ്ങളുടെ മേഖല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കോച്ചിങ് നമ്മൾ നിങ്ങൾക്ക് തരും. ഓക്കെ, ദെൻ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു മേഖല കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെയുള്ള കപ്പാസിറ്റി ആയിരിക്കില്ല, ഒരേപോലെയുള്ള കഴിവായിരിക്കില്ല അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മേഖലകൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പോകാനുള്ള ഏത് മേഖലയായാലും, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ വരെയുള്ള കോഴ്സുകൾ എന്താണ് നമ്മുടെ CUETയിൽ അവൈലബിൾ ആണ്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെറും MBBS അതുപോലെ BDS ഡോക്ടർ എന്നുള്ളതിൽ മാത്രമല്ലല്ലോ, അതല്ലാതെയും ഒരുപാട് മെഡിക്കൽ ഫീൽഡുകളുണ്ട്. ഇപ്പോൾ B.Pharm പോലെയുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഈ CUETയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖല ഏതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാരണം CUETക്ക് ഒരുപാട് ടെക്നിക്കൽ സൈഡുകളുണ്ട്. ഓരോ മേഖലയ്ക്കും ഓരോ ടെക്നിക്കൽ സൈഡുകളാണ്. അതായത് BSc പോവുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡാണ്, ഇപ്പോൾ BA പോവുകയാണെങ്കിൽ മറ്റൊരു സൈഡാണ്, BCom ആണെങ്കിൽ വേറെയാണ്. ഓരോന്നിനും ഓരോ സ്ട്രീമുകളുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് എന്ത് CUET നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ +2 എക്സാം പോലെ അല്ലെങ്കിൽ SLC എക്സാം പോലെ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും ഒരു എക്സാം മാത്രമായിരിക്കില്ല ഉണ്ടാവുക. എല്ലാവർക്കും സെപ്പറേറ്റ് എക്സാമുകളായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി CUETനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. CUET അല്ലേ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണ് എന്ത് ഈ ഒരു CUET എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഇപ്പോൾ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതിനു പുറമെ 100ൽ കൂടുതൽ സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് നമ്മുടെ ഈ ഒരു CUET എക്സാം എന്ന് പറയുന്നത്. അതായത് ഒറ്റ എക്സാം കൊണ്ട് തന്നെ എന്താണ് ഇത്രയും യൂണിവേഴ്സിറ്റികൾക്കുള്ള ഒരു അഡ്മിഷൻ ടെസ്റ്റ്. ഇനിയിപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റികളും CUETയുടെ അണ്ടറിലേക്ക് വരും എന്നുള്ളത് വരെ നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എന്ത് CUET എക്സാം മാറി വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് CBT ബേസ്ഡ് ടെസ്റ്റ് ആണ് നമുക്ക് എന്താണ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്
2,50,000 കൂടുതൽ അറൗണ്ട് ഒരു 3,00,000 സീറ്റുകൾ നമുക്ക് CUT-യിൽ അവൈലബിൾ ആണ്. അതേപോലെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നീറ്റ്, JEE തുടങ്ങിയ എക്സാമുകളൊക്കെ. ഈ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഇതേ NTA തന്നെയാണ്. അതേ NTA തന്നെയാണ് ഈ ഒരു CUT എക്സാമും കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരം പുലർത്തുന്ന ഒരു എക്സാം ആയിട്ട് CUT മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, അറൗണ്ട് ഒരു 2 വർഷക്കാലമായിട്ടുള്ളൂ CUT എക്സാം ഉണ്ടായിരുന്നു. അതിനു മുന്നേ CU സെറ്റ് എന്ന് പറഞ്ഞിട്ട് അറൗണ്ട് ഒരു 15 യൂണിവേഴ്സിറ്റികൾ മാത്രം ഉൾപ്പെടുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതെന്താണ്, ഈ ഒരു 45-ൽ കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ 100-ൽ കൂടുതൽ സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു തരംഗമായിട്ട് CUT മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് CUT-യുടെ ബെനിഫിറ്റുകളാണ്. എന്താണ് CUT-യുടെ ബെനിഫിറ്റുകൾ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യും, എന്തായാലും 100% ഉറപ്പാണ്. ഓക്കെ മക്കളെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഇപ്പൊ ബെറ്റർ ഫണ്ടിങ് ആണെങ്കിലും സ്റ്റുഡൻസ് യൂണിയൻ ആണെങ്കിലും ലോ എക്സ്പെൻസ് ആണെങ്കിലും അതേപോലെ പ്ലേസ്മെന്റ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണെങ്കിലും ബെറ്റർ എക്സ്പ്ലോഷർ ആണെങ്കിലും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് CUT എന്ന് പറഞ്ഞാൽ. ആദ്യം നമുക്ക് പരിചയപ്പെടാം എന്താണ് ബെറ്റർ ഫണ്ടിങ്. ബെറ്റർ ഫണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫണ്ട് അങ്ങോട്ട് തരും എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഫണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ട് പഠിക്കുക എന്നുള്ളത്. ഫണ്ട് ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിരവധി സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നിരവധി സ്കോളർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. പക്ഷേ അതിനുപരി സ്റ്റേറ്റ് സ്കോളർഷിപ്പുകൾ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്കോളർഷിപ്പുകൾ, ദെൻ നിങ്ങൾക്ക് നല്ല മാർക്കുകൾ ഉണ്ടെങ്കിൽ, നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള വേറെ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്കോളർഷിപ്പുകൾ, അതേപോലെ അലൂമിനി നിങ്ങളെ പഠിച്ചിറങ്ങിപ്പോയ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഒരു സ്കോളർഷിപ്പുകൾ. ഇങ്ങനെ നിരവധി സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സെം ഫീ ആണെങ്കിലും ഹോസ്റ്റൽ ഫീ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഏറെക്കുറെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാന്നുള്ളത് അതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ അത്യാവശ്യം പൈസ ഉള്ളവരാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കും. ദെൻ അടുത്ത ഒന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ. മക്കളെ, സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പാർട്ടി യൂണിയൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചുറ്റുപാട് മാത്രമുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഓൾ ഇന്ത്യ ഫ്രണ്ട് സർക്കിൾ ആയിട്ട് മാറും അല്ലേ. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ കേരളം മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നാണ്. ഇപ്പോൾ അത് കേരളം മാറി തമിഴ്നാട്ടിലേക്കും അതേപോലെ ഇന്ത്യയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മാറുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ജില്ലയിലെ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിദ്യാർത്ഥികളായിരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഓരോ സ്റ്റേറ്റുകളിലും, ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളും നിങ്ങൾക്ക് ഫ്രണ്ട് സർക്കിൾ ആയിട്ട് മാറും. എല്ലാ സ്റ്റേറ്റിലും ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ഇപ്പൊ സിമ്പിളായിട്ടൊരു കല്യാണത്തിന് പോവാണെന്ന് പറഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ അച്ഛ ഞാനൊന്ന് അടുത്ത ടൗണിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മളൊന്ന് കാശ്മീരിലേക്ക് പോയിട്ട് വരാം, ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഗുജറാത്തിലേക്ക് പോയി വരാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഹൈദരാബാദ് പോയിട്ട് വരാം. ഇത്തരത്തിലേക്ക് നമ്മുടെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അത്രത്തോളം വലുതായിട്ട് വരും എന്നുള്ളതാണ്. ദെൻ അതേപോലെയാണ് ലോ എക്സ്പെൻസ് എന്നുള്ളത്. ലോ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഫീ മാത്രമാണ് നമുക്ക് CUT-യിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും അതേപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ലക്ഷങ്ങൾ നമ്മൾ ഓരോ സെമ്മിനായിട്ട് കൊടുക്കേണ്ടി വരും. അതിൽ നിന്നൊക്കെ മാറി വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് CUT എന്ന് പറഞ്ഞാൽ. ചെറിയ എമൗണ്ട് മാത്രം. ഇപ്പോൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഹോസ്റ്റലിനൊന്നും ഫീസേ ഇല്ല. ജാമിയ പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫ്രീ ആണ്. അപ്പോൾ
എന്താണ് ഫുഡിന്റെ പൈസ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിരവധി യൂണിവേഴ്സിറ്റികളിലും എന്താണ് ഫുഡിനൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ദെൻ അടുത്തൊന്നാണ് പ്ലേസ്മെന്റ് എന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടത് പ്ലേസ്മെന്റ് ആണ് അല്ലേ. ഏത് മേഖല നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താണ് പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. പ്ലേസ്മെന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പാക്കാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു കമ്പനി ആണെങ്കിലും ആദ്യം ഹയർ ചെയ്യുക ഓരോ സ്റ്റേറ്റിലാണെങ്കിലും ഓരോ കൺട്രിയിലാണെങ്കിലും ഓരോ രാജ്യത്താണെങ്കിൽ പോലും എന്താണ് ഉള്ളതിൽ ബെസ്റ്റ് ആളുകളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. ഏതൊരു കമ്പനി ചൂസ് ചെയ്യുകയാണെങ്കിലും ആദ്യം ചൂസ് ചെയ്യുക എന്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, IITകൾ, IIM പോലെയുള്ള അത്രത്തോളം നിലവാരം പുലർത്തുന്ന ക്യാമ്പസുകളിൽ നിന്നാണ് ആദ്യം ഹയർ ചെയ്യുക. സോ നിങ്ങൾ എന്താണ് ബെറ്റർ പ്ലേസ്മെന്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതാണ് ഇത് മക്കളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ അടുത്തതാണ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മോശമെന്നല്ല, നല്ല ടീച്ചേഴ്സാണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒന്നുകൂടെ അഡ്വാൻസ് ലെവൽ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അവിടെ പഠിക്കാനുള്ള സിലബസ് അത് എഴുതിയ ആളുകൾ തന്നെ എന്താണ് ക്ലാസ് എടുക്കാൻ വരുന്നത്, അതുപോലെ തന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നത് അത്രത്തോളം എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എഴുത്തുകാരന്മാർ പോലെയുള്ള അത്രയും ഫേമസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫേമസ് ഫാക്കൽറ്റികളാണ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഉള്ളത് എന്നുള്ളതാണ്. സോ എന്താണ് നിങ്ങൾക്ക് അത്രത്തോളം നല്ല ഒരു എന്താ പറയുക ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉള്ളതിൽ ബെസ്റ്റ് ഫാക്കൽറ്റിയുടെ കീഴിൽ പഠിക്കണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അതിന് നിങ്ങൾക്ക് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വളരെ മെച്ചപ്പെട്ടതാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കോൺടാക്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇന്റർചേഞ്ചിങ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതായത് പല ഇത്രത്തോളം ടോപ്പായി നിൽക്കുന്ന ഫാക്കൽറ്റികൾക്ക് പല രാജ്യങ്ങളിൽ എന്താണ് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അവരെ വഴി ആ ടീച്ചേഴ്സ് വഴി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എന്താണ് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. സോ അതാണ് എന്ത് ഈ ഒരു ബെറ്റർ ഫാക്കൽറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് എന്ന് ഉദ്ദേശിച്ചത്. ദെൻ അടുത്തതാണ് ബെറ്റർ എക്സ്പ്ലോഷർ എന്നുള്ളത്. മക്കളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ബെറ്റർ എക്സ്പ്ലോഷർ അല്ലെങ്കിൽ അടിച്ചുപൊളി എന്നുള്ളത്. നിങ്ങൾക്ക് മാക്സിമം അടിച്ചു പൊളിച്ചിട്ട് നിങ്ങളുടെ എക്സ്ട്രീം ലെവൽ അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതും അതേപോലെ സൂപ്പർ ജോലിയിലേക്കും സൂപ്പർ പ്രൊഫഷനിലേക്ക് എത്താനും സാധിക്കുന്ന ഒന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും 3 വർഷം പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ക്യാമ്പസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം വൈഡായിട്ട് കിടക്കുകയാണ്, അത്രത്തോളം നീണ്ടു കിടക്കുകയാണ് ഓരോ ക്യാമ്പസുകളും. പല ക്യാമ്പസുകളും എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനാണ് അല്ലേ. നമ്മുടെ നാട്ടിലെ കോളേജുകളെ പോലെ ചെറിയ കോളേജുകളൊന്നുമല്ല. എന്താണ് 1000, 2000, 3000, 4000 ഒക്കെ ഏക്കറുകളാണ് എന്ത് ഓരോ ക്യാമ്പസുകളും ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എന്താണ് നിങ്ങൾക്കൊരു ഹിസ്റ്റോറിക്കൽ ടച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും. ഇവിടെയൊക്കെ ഓരോ ക്യാമ്പസുകളും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് മുതൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ബസ് വിളിച്ച് പോവേണ്ടി വരും. അത്രത്തോളം ലെങ്ത് ഉണ്ടായിരിക്കും. ഹോസ്റ്റൽ ടു കോളേജ് എന്ന് പറഞ്ഞാൽ അതും ഒരുപാട് ദൂരം ഉണ്ടായിരിക്കും. പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും എന്താണ് എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും, ഫ്രീ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്താണ് ചിലപ്പോൾ 1 രൂപ 2 രൂപ ഒക്കെ കൊടുത്താൽ കോളേജിലേക്ക് പോകേണ്ട അത്തരത്തിലുള്ള ഫെസിലിറ്റികൾ വരെയുള്ള കോളേജുകളായിരിക്കും മിക്കതും ഉണ്ടായിരിക്കാം. കാരണം അത്രത്തോളം വൈഡായിട്ട് നിൽക്കുന്ന ക്യാമ്പസുകളാണ്. നിങ്ങളോട് ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു +2 വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പം തന്നെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ കൂടി വരികയാണ്. ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ ലെവൽ കൂടി വരുന്നുണ്ട്. കാരണം അത്രത്തോളം വിദ്യാർത്ഥികൾ CUT എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ CUTനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡുകളും അതുപോലെ തന്നെ എന്താണ് ഓരോ കോളേജുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വീഡിയോസ് നമ്മൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ CUTയുമായി
അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സബ്ജക്റ്റ് കോമ്പിനേഷൻസും, അതായത് ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും ഡൊമൈൻ സബ്ജക്റ്റുകളാണെങ്കിലും ജനറൽ ടെസ്റ്റ് ആണെങ്കിലും എല്ലാവിധ കോഴ്സുകളും എന്താണ് നമ്മുടെ സ്കൂളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും എന്താണ് ഫീസ് കാരണം അല്ലെങ്കിൽ എന്താണ് കോഴ്സ് ഫീ കാരണം അല്ലെങ്കിൽ ഈ കോച്ചിങ്ങിൻ്റെ ഫീ കാരണം നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ കോച്ചിങ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് മെയിനായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് എൻസ്കോണിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്താൻ സാധിക്കട്ടെ. നല്ല ഒരു കരിയർ എല്ലാവർക്കും ലഭിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.